പ്രൈസ് ലോർഡ്. ഒരു പ്രാവശ്യം കൂടെ എല്ലാവരെയും ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ മാസത്തിൻ്റെ ഒന്നാമത്തെ ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ഞാൻ പ്രാരംഭമായി പറഞ്ഞതുപോലെ അനേക കോടി വിശുദ്ധ ജനം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ പകൽക്കാലം ഈ ചെറിയ കൂട്ടത്തിന് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ, ഇങ്ങനെ ഒരുമിച്ച് സ്തുതിക്കുവാൻ ദൈവം ഒരു അവസരം ഒരുക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മൾ ചുരുക്കം ചിലരേ ഉള്ളല്ലോ, ഒരു ദൈവവചനം വേഗത്തിൽ ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ച് മീറ്റിങ്ങിനെ അവസാനിപ്പിക്കാം. വചനം പഠിക്കുമ്പോൾ കുറിവാക്കിയൊന്നുമില്ല, അതൊന്നും എടുക്കണ്ട. ഒരു ചെറിയ ചിന്ത വേഗത്തിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ കർത്താവ് ബലപ്പെടുന്നു. കഴിഞ്ഞ കുറച്ചാഴ്ചകളായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിരന്തരം എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവശബ്ദം. അത് ഒരു പ്രസംഗ രൂപത്തിലൊന്നുമല്ല, ജസ്റ്റ് ഒരു ചർച്ച പോലൊക്കെ, അല്ലെങ്കിൽ തമ്മിൽ ഷെയർ ചെയ്യുന്നത് പോലെ നമുക്ക് അല്പനിമിഷങ്ങളിൽ ചിന്തയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. നമ്മളെല്ലാം ഒരുപാട് കേട്ട അല്ലെ കേൾക്കുന്ന, പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ഒത്തിരി യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഫേവർ എന്നുള്ളത്. ദൈവത്തിൻ്റെ ഫേവർ എന്നുള്ളത് എൻ്റെ പ്രസംഗ വിഷയം അതല്ല. പക്ഷെങ്കിൽ എന്നാൽ ഒത്തിരി പേരെ ഞാൻ ഇങ്ങനെ ചിന്തിപ്പിച്ചപ്പോൾ ഒത്തിരി പേരെ പിന്മാറ്റത്തിൽ നിന്ന് തിരിച്ച് പിടിക്കാത്തതിൻ്റെ ഒരു വാക്കായിട്ടും ദൈവ ഫേവർ മാറുന്നുണ്ട്. ഒത്തിരി പേർക്ക് തിരിച്ച് കയറി വരാൻ പറ്റാത്ത ഒരു വാക്കായിട്ടും ഈ ഫേവർ മാറുന്നുണ്ട്. ഒരു വ്യക്തിയുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത്, ഇപ്പം ഒരുവൻ അനുഗ്രഹിക്കപ്പെടുന്നത് ഫേവറാണെന്ന് ഒരു പ്രസംഗം കേൾക്കുമ്പോൾ മറ്റൊരുവൻ ചിന്തിക്കുന്നു, ഞാൻ ഉപയോഗിക്കപ്പെടാത്തതിൻ്റെ കാരണവും ദൈവത്തിന് എന്നോടൊരു ഫേവർ ഇല്ലാത്തത് കൊണ്ടാണെന്ന്. നിങ്ങളാരും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുവൻ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ഫേവറാണെന്ന് അവൻ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരുവൻ പറയുമ്പോൾ മറ്റൊരുവൻ ഉപയോഗിക്കപ്പെടാത്തതിൻ്റെ കാരണം ഫേവർ അവൻ്റെ മേലില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവം അവൻ്റെ മേലൊരു ഫേവർ കൊടുക്കാത്തത് കൊണ്ടാണെന്ന് പലരും ചിന്തിക്കുന്നു. അത് ഭയങ്കര അബദ്ധത്തിലേക്ക് പലരെയും ചാടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങനെ പറയട്ടെ, ഞങ്ങൾ ഇന്നലെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, കുറച്ചു മുമ്പ് തമാശ പറഞ്ഞ് കോമഡി പറഞ്ഞുകൊണ്ടിരുന്നവൻ അടുത്ത നിമിഷം അതിശക്തമായിട്ട് കർത്താവിനെ പ്രസംഗിക്കുന്നതും പ്രവചിക്കുന്നതും ഒക്കെ കാണുമ്പോൾ കൂടെ തമാശ പറഞ്ഞൊരു പറയണ, ഇന്നലെ നമ്മുടെ കൂടെ ഇരുന്ന് തമാശ പറഞ്ഞവനല്ലേ തന്നെ നമുക്ക് നിന്ന് പ്രവചിക്കുന്നു, അവൻ്റെ മേൽ മാത്രം എന്തോ ഒരു ഫേവർ കിടപ്പുണ്ടെന്ന്. ശരിയാ, ഒരു ഫേവറാണ്. നമ്മുടെ തിരഞ്ഞെടുപ്പിനകത്തെല്ലാം ഒരു ഫേവർ കിടപ്പുണ്ട്. എന്നാൽ അതിനുപരിയായി ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന ചില ഘടകങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ട്. നിങ്ങളിങ്ങനെ ചിന്തിച്ചു നോക്കിയേ. ഒരിക്കൽ നമ്മൾ ബൈബിൾ ക്ലാസ്സിൽ സംസാരിച്ച ഒരു കാര്യമാണ് മോശയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച്. അന്ന് ആ കാലഘട്ടങ്ങളിൽ അനേക തലമുറകൾ നശിക്കുമ്പോൾ, അനേക തലമുറകളെ വെള്ളത്തിൽ എറിഞ്ഞു കൊല്ലുമ്പോൾ, അല്ലെങ്കിൽ സൗദി കറിമണികൾ തന്നെ കൊന്നുകളയുമ്പോൾ, രാജാവിൻ്റെ കൽപ്പന പ്രകാരം ഒരു തലമുറ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതേ തലമുറയിൽ അതേ കാലഘട്ടത്തിൽ ഒരു പൈതൽ രക്ഷപ്പെടുവാനിടയായിത്തീർന്നു. ഒരു പൈതൽ ഇസ്രായേൽ ജനത്തിന് വീണ്ടെടുപ്പിന് കാരണക്കാരനായി മാറുവാനിടയായിത്തീർന്നു. നമുക്കതിനെ ഫേവർ എന്ന് പ്രസംഗിക്കുമ്പോൾ പോലും ഒരു മാതാപിതാക്കൾ എടുത്ത തീരുമാനമായിരുന്നത്, ഒരു മാതാപിതാക്കൾ എടുത്ത തീരുമാനമായിരുന്നു, ഈ മരണത്തിന് എൻ്റെ തലമുറയെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഈ രാജകൽപ്പനയ്ക്ക് മുമ്പിൽ സറണ്ടർ ചെയ്യുവാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഞാനതുകൊണ്ട് ആ ഫേവറിനെ കുറിച്ച് ആദ്യം ഒന്ന് തുടക്കത്തിൽ പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവീയ ഫേവർ ധാരാളമായി നമ്മുടെ കിടക്കുമ്പോൾ പോലും ആത്മമണ്ഡലത്തിലെ ചില സത്യങ്ങളെ നമ്മൾ ഈ ദിവസങ്ങളിൽ തിരിച്ചറിയുവാനിടയായി തീരണം. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇങ്ങനൊരു മാതാപിതാക്കൾ തീരുമാനമെടുക്കാൻ തയ്യാറായപ്പോൾ അവൻ്റെ തലമുറ ചരിത്രമായി മാറുവാനിടയായി തീർന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അല്ലെ, ഞാൻ പറയട്ടെ, അബ്രഹാം എന്ന ഒരു മനുഷ്യന്റെ കാലഘട്ടത്തിൽ അനേക തലമുറകൾ ഉണ്ടായിരുന്നു. ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുക്കുവാനിടയായിത്തീരുന്നു. ആ വിളി അവൻ അംഗീകരിച്ചില്ലായിരുന്നുവെങ്കിലോ, അബ്രഹാമിന്റെ കോളിങ്ങിനെ അബ്രഹാം യെസ് പറഞ്ഞില്ലായിരുന്നെങ്കിലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കും. സത്യം. പ്രത്യേകിച്ച് പുതിയ നിയമത്തെ അംഗീകരിക്കുന്നതും പുതിയ നിയമ ശുശ്രൂഷയെ നിൽക്കുന്നതുമായ നമ്മൾ ഓരോരുത്തരും ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? തിരഞ്ഞെടുപ്പ് സകലരുടെ മേലും കിടന്നിരിക്കുന്നു. ഒരു കോളിനോട് എസ് പറഞ്ഞതുകൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നതല്ലേ.
ഒരു ദൈവിക വിളിയോട് യെസ് പറഞ്ഞത് കൊണ്ടാണ് നാം ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്. ഇനി ഞാൻ ഇങ്ങനെ പറയട്ടെ, അല്ലെങ്കിൽ ആ കോളിനെ നിങ്ങൾ ഡെയിലി അപ്രൂവ് ചെയ്യുന്തോറും നിങ്ങളുടെ ശുശ്രൂഷ വർദ്ധിച്ചു വരുവാനിടയായി തീരും. ഞാൻ പറയുന്നത് പിടി കിട്ടുന്നുണ്ടോ? എപ്പോഴൊക്കെ അല്ലെങ്കിൽ ആ കോളിൽ വീണ്ടും വീണ്ടും നിങ്ങൾ നിലനിൽക്കുന്നോ അപ്രകാരം നിങ്ങൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഓ, രാമൻ കേട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾ ഇന്നലെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുവാനിടയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഭയങ്കരമായിട്ട് ഞങ്ങളിങ്ങനെ ചിന്തിച്ച ഒരു കാര്യമായിരുന്നു യാക്കോബിന്റെ കാര്യം. നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഏറ്റവും അന്നത്തെ കാലഘട്ടത്തിലെ ഉടായിപ്പ്. അപ്പനെ പറ്റിച്ചു, ചേട്ടനെ പറ്റിച്ചു, എന്താ പറയുന്നത്, തട്ടിയെടുക്കാനുള്ള എല്ലാം തട്ടിയെടുത്തു. പക്ഷെ അന്നേരവും അവൻ ഉപയോഗിക്കപ്പെടുക, അവൻ ദൈവരാജ്യത്തിൽ ഒരു പ്രധാനിയായിട്ട് മാറുക, കർത്താവ് ആ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നവനായിട്ട് മാറുക, ഇസ്രായേൽ എന്നുള്ളൊരു പേര് അവന് ലഭിക്കുക. പിൻകാല ചരിത്രം എടുത്താൽ ഏറ്റവും നല്ല ഉടായ്പ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഏറ്റവും നല്ല ഉടായ്പ്, ഏറ്റവും നല്ലതായിട്ട് പിതാവിനെ പറ്റിച്ചവൻ, ചേട്ടന്റെ അവകാശം തട്ടിയെടുത്തവൻ. പക്ഷെ എന്നിട്ടും അവൻ ഉപയോഗിക്കപ്പെട്ടു. എന്നിട്ടും ദൈവിക തിരഞ്ഞെടുപ്പ് അവന്റെ മേൽ വീഴുവാനിടയായി തീർന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, പലരും ഇതിനെ ഫേവർ എന്ന് വിളിക്കുമ്പോൾ ഞാൻ അതിനെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അവന്റെ കൊതിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. യാക്കോബ് അപ്പൻ്റെ ഒന്നും ഒരു എഗ്രിമെന്റ് എഴുതി മേടിച്ചിട്ടില്ല, ഒരു കോൺട്രാക്റ്റിലും അവൻ സൈൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വയ്യാത്ത അപ്പൻ്റെ കൈ വെച്ച് അവൻ എങ്ങും പതിപ്പിച്ചിട്ടില്ല. പക്ഷെ അവനൊരു ബോധ്യമുണ്ട്, ദൈവത്തിന്റെ ഉടമ്പടിയിലുള്ളതാണ് ജ്യേഷ്ഠാവകാശം, അതെനിക്ക് വേണം. ആ അവകാശം എൻ്റെ മേൽ തിരിഞ്ഞാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഒരു വലിയ ബോധ്യം അവൻ്റെ മേലുണ്ടായിരുന്നു. അതുകൊണ്ട് നാളെ പോയി ചേട്ടനെ പറ്റിക്കണമെന്നും മാതാപിതാക്കളെ പറ്റിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ദൈവരാജ്യത്തിന്റെ അവകാശത്തെക്കുറിച്ചുള്ള കൊതി നിങ്ങളുടെ മേൽ ഭരിക്കുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ എന്തെല്ലാം ചെയ്യാമോ നോക്കി, പായസം കൊടുത്ത് തട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെ തട്ടിയെടുക്കും, അപ്പന്റെ കൈ വെപ്പ അനുഗ്രഹമെങ്കിൽ അതിനെ എടുക്കണം. അല്ലെങ്കിൽ ഈ ഒരു കൊതിയാണ് അവനെ ജീവിപ്പിക്കുവാനിടയായി തീർന്നത്. നിങ്ങൾ ഉപയോഗിക്കപ്പെട്ട ആരെയും നോക്കിക്കോ. ഹല്ലേലൂയ. ദാവീദിന്റെ കുടുംബത്തിൽ ഏറ്റവും ശ്രേഷ്ഠന്മാർ അവിടെ ഉണ്ടായിരുന്നിട്ടും ദാവീദിന്റെ മേൽ എന്താ തിരഞ്ഞെടുപ്പ് കടന്നെന്നറിയാമോ? എല്ലാവർക്കും ആരാധിക്കാൻ സൗകര്യമുള്ളപ്പോഴും ആരാധിക്കാൻ ഒരു സൗകര്യമില്ലാത്തവൻ ഒരു ദൈവരാജ്യത്തെ കൊതിയോട് ആരാധിക്കുവാനിടയായി തീർന്നു. കാട്ടിക്കിടന്ന് ഒരു ഷോ ഓഫും കാണിക്കുവാൻ ആരും ഒന്നില്ല. അവന് സംസാരിക്കാൻ ആടുമാടുകൾ മാത്രമേ ഉള്ളൂ, അവന്റെ പോരാട്ടമുള്ളത് കാട്ടുമൃഗങ്ങളോട് മാത്രമേ ഉള്ളൂ. എന്നിട്ടും ഒരുവൻ ആരാധിക്കുവാൻ തയ്യാറായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ ഏറ്റവും പ്രസംഗിപ്പിക്കപ്പെടേണ്ട ഏറ്റവും കൊതിക്കേണ്ട ഒരു മേഖലയാണ് ദൈവരാജ്യം എന്നുള്ളത്. നിങ്ങൾ യേശുവിന്റെ പ്രസംഗങ്ങളെല്ലാം എടുത്ത് നോക്കിക്കോ, യേശു ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കാനാ. മുന്നമേ പറഞ്ഞേ, എന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി സകലവും തരാം. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് തിരിവീൻ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അന്നത്തെ കാലഘട്ടത്തിലെ എല്ലാ അപ്പോസ്തലന്മാരും ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചത് ദൈവരാജ്യം എന്നുള്ളൊരു ടോപ്പിക്കായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഒരു കൊതി നിങ്ങളെ ഭരിക്കുവാൻ തയ്യാറുണ്ടോ? ഞാൻ ഇങ്ങനെ പറയാ, നിന്റെ എല്ലാ മേഖലകളിലും ഈ ദൈവരാജ്യത്തെ കൊണ്ട് നിങ്ങൾ പ്ലേസ് ചെയ്യുവാനിടയായി തീരും. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, നിന്റെ ഒരു വിഷയം ദൈവരാജ്യത്തിന്റെ വിഷയമായി എന്നു മാറുന്നോ അന്ന് ദൈവത്തിന്റെ കരങ്ങളിലാ ആ വിഷയം സുരക്ഷിതമാണ്. ഞാൻ പറഞ്ഞ വാക്ക്, ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ഒരു ആമീൻ പറയണം. നിന്റെ വിഷയങ്ങൾ ദൈവരാജ്യത്തിന്റെ വിഷയങ്ങളാക്കി മാറ്റുവാൻ നിനക്ക് പറ്റുമോ? ഹല്ലേലൂയ. അത് ദൈവരാജ്യം തന്നെ ഏറ്റെടുക്കും, ദൈവരാജ്യം തന്നെ അതിനെ നിവർത്തിക്കുവാനിടയായി തീരും. നമ്മൾ ദാനിയേലിനെ കുറിച്ച് ഒത്തിരി പ്രസംഗിക്കുന്നുണ്ടല്ലേ. ദാരിയവേശ് രാജാവിന്റെ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ മുഖമായി നിന്ന, ദൈവത്തിന് വേണ്ടി സ്ട്രോങ് ആയി നിന്നൊരു മനുഷ്യനായിരുന്നു ദാനിയേൽ എന്നുള്ളത്. അതിനെക്കുറിച്ച് നിങ്ങൾ ഓർത്തു നോക്കിക്കേ. രാജാവിനെ നമസ്കരിക്കണമെന്നോ രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നോ പറയുന്ന ഒരു കാലഘട്ടങ്ങളിൽ ഒരു മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ഞാൻ പണ്ട് പ്രാർത്ഥിച്ചതുപോലെ വീണ്ടും പ്രാർത്ഥിക്കുവാനിടയായി തീരും. അവൻ പതിവ് ചെയ്യുന്നത് പോലെ യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ടിട്ട് അവൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പതിവ് പോലെ ചെയ്തു വന്നതുപോലെ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അവനെ കുറിച്ച് ദൈവം പറഞ്ഞു, അവൻ ഉത്കൃഷ്ട മാനസനായിരുന്നു. ഹല്ലേലൂയ. എന്താ കാര്യമെന്നറിയാമോ? അവന്റെ ഹൃദയം ദൈവരാജ്യത്തോട് ഭയങ്കരമായി പറ്റിയിരുന്നു.
ദൈവരാജ്യവുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. ഞാനിങ്ങനെ പറയട്ടെ, ഇപ്പോൾ ഇത് ദാനിയേലിന്റെ പ്രശ്നമല്ല, ഇപ്പോൾ ഇത് ദൈവത്തിന്റെ പ്രശ്നമാ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ പ്രശ്നമാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ സമയങ്ങളിൽ വരെ ഒരു രാജ്യത്തിന്റെ പ്രശ്നമായിരുന്നത്, ഹല്ലേലൂയ. കഴിഞ്ഞ ദാനിയേൽ തീരുമാനം എടുക്കുന്നത് മുമ്പ് വരെ, ഹല്ലേലൂയ, കൊട്ടാരത്തിലെയോ അല്ലെങ്കിൽ രാജ്യത്തിന്റെയോ പ്രശ്നമായിരുന്നു. എന്നാൽ എന്ന് ദാനിയേൽ ഇതിനെ ഒന്ന് ഡിസൈൻ ചെയ്യുവാൻ ഇടയായി തീർന്നു, അന്നു മുതൽ ഇത് ദൈവരാജ്യത്തിന്റെ പ്രശ്നമായി മാറപ്പെടുവാൻ ഇടയായി തീർന്നു. നിങ്ങൾക്ക് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ നോക്കിയേ, ഹല്ലേലൂയ. രാജാവ് ഉണ്ടാക്കി വെച്ചത് ബിംബത്തെ നമസ്കരിക്കാൻ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ അവിടെ വീഴുക. അന്ന് വരെ ഇത് രാജ്യത്തിന്റെ പ്രശ്നമായിരുന്നു, അന്ന് വരെ ഇത് ആ കൊട്ടാരത്തിന്റെ പ്രശ്നമായിരുന്നു. എന്നാൽ എന്ന് ഇവരിതിന് വിരോധമായി ഒരു വാക്ക് പുറപ്പെടുവിച്ചോ, അന്ന് മുതൽ ഇത് ദൈവരാജ്യത്തിന്റെ പ്രശ്നമായി മാറുവാനിടയായി തീർന്നു. നിന്റെ വിഷയങ്ങളിൽ ഈ ദൈവരാജ്യത്തെ പ്ലേസ് ചെയ്യുവാൻ നിങ്ങൾ തയ്യാറെടുക്കുമോ? ഹല്ലേലൂയ. നിന്റെ പ്രയാസ ഘട്ടങ്ങളിൽ ഇത് ദൈവരാജ്യത്തിലേക്ക് ഇതിനെ പ്ലേസ് ചെയ്യാൻ തയ്യാറുണ്ടോ? ഞാൻ പറയാം, നിങ്ങൾ ഒരു ചരിത്രമായി മാറുവാനിടയായി തീരും. ഞാൻ എന്നെ നോക്കി പ്രവചിക്കുന്നു, ഞാനൊരു ചരിത്രമായി മാറുവാനിടയായി തീരും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, നിങ്ങളൊരു ചരിത്രമായി മാറുവാനിടയായി തീരും. അതെ, നിങ്ങളുടെ പ്രശ്നങ്ങളെ ദൈവരാജ്യവുമായിട്ട് എപ്പോൾ കണക്ട് ആകുന്നു, ആ വിഷയത്തെ ദൈവത്തിന്റെ ആത്മാവ് ഏറ്റെടുക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനിങ്ങനെ പറയട്ടെ, ഇവിടെ നിൽക്കുന്ന ഒരു തലമുറ പറയുന്നു, 5 വർഷം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടതാ, PR കിട്ടാതെ നാട്ടിൽ പോകുന്നത് എനിക്ക് അപമാനമാ, വിഷയമാന്നൊക്കെ പറയുമ്പോൾ വേറൊരു തലമുറ പറയുന്നു, ഹല്ലേലൂയ, ഞാൻ ഇവിടെ നിന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിന് എന്തോ ഒരു കുറവ് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അവന്റെ വിഷയത്തിന്മേൽ ദൈവരാജ്യം ഇടപെടുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഈ പട്ടണത്തിൽ നിൽക്കുന്നത്, ഹല്ലേലൂയ, ദൈവരാജ്യത്തിന് വേണ്ടിയാണെന്ന് ഒരുവൻ എപ്പോൾ പ്രഖ്യാപിക്കുന്നു, അന്നു മുതൽ ഇവിടെ നിൽക്കേണ്ടത് ദൈവരാജ്യത്തിന്റെ ആവശ്യമായി മാറുവാനിടയായി തീരും. ഇതിനൊക്കെ ആമീൻ പറഞ്ഞേ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്നെ ദൈവം വെറുതെ വിളിച്ചതല്ല, നിന്നെ ദൈവം വെറുതെ ഒരിടത്ത് പൊസിഷൻ ചെയ്തതല്ല, അത് ദൈവരാജ്യത്തിന് നിന്നെ കൊണ്ടൊരു ആവശ്യമുള്ളത് കൊണ്ടാ. ഈ ചെറുപ്രായത്തിൽ നിങ്ങൾക്ക് ഇതിനെ വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. നിങ്ങളെ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരുടെ ആവശ്യമല്ലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരുടെ ആവശ്യമല്ലായിരുന്നു. നിങ്ങൾ ഈ സമയത്ത് ഇവിടെ നിൽക്കണമെന്നുള്ളത് ദൈവരാജ്യത്തിന്റെ ഒരു ആവശ്യമായിരുന്നു. ഈ ദൈവരാജ്യത്തിന്റെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ ചന്ദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ എടുത്ത് തീയിലേക്ക് ഇട്ട് കളഞ്ഞു. ഇവരുടെ തീരുമാനം കൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ സംസാരം കൊണ്ടാണോ തീയല ബലം കെട്ടത്? 4ാമതായി ഒരുവൻ അവിടെ വന്ന് നിന്നത് കൊണ്ടല്ലേ, അല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ പ്രതീക്ഷിക്കാത്ത ഒരുവൻ അവിടെ വന്ന് നിന്നത് കൊണ്ടല്ലേ? ഞാൻ പറയട്ടെ, എന്താ പറയാ, എനിക്കൊക്കെ പറയാൻ പേടിയ അല്ലെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു പ്രശ്നമുണ്ടായ അമേരിക്കയ്ക്ക് എന്താ കാര്യം എന്ന് പറയുന്ന പോലെ, ഒരു തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇടപെടണമെങ്കിൽ ഒരു ബന്ധം ഉണ്ടാവണം, അല്ലേ? പറഞ്ഞ പിടി കിട്ടിയോ? തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇടപെടണമെങ്കിൽ അതിനകത്തൊരു ബന്ധം, എന്താ പറഞ്ഞ, ഒരു ബന്ധം ഉണ്ടാവണം. ഞാൻ അതുകൊണ്ട് നമ്മുടെ ഒന്നും കാര്യങ്ങൾ പറയാൻ. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും 2 സ്ഥലങ്ങളോ 2 രാജ്യങ്ങളോ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകണമെങ്കിൽ, ഇന്ത്യ പാകിസ്ഥാന് പ്രശ്നം ഉണ്ടാകുമ്പോൾ അമേരിക്ക കയറി ഇടപെടണമെങ്കിൽ അമേരിക്കയുമായിട്ട് ഇന്ത്യക്കൊരു ബന്ധമുണ്ടാവണം. ഇതേപോലെ തന്നെ നിനക്ക് ദൈവരാജ്യവുമായിട്ടൊരു ബന്ധമുണ്ടോ? നിന്റെ പ്രശ്നത്തിൽ 4ാമനായി ഒരുവൻ ഇറങ്ങി നിൽക്കുവാനിടയായി തീരും. എന്നാൽ ഞാൻ എൻ്റെ വാക്കിൽ ഒരു വാക്കൂടെ വിളിച്ചു പറയാം, നെബൂഖദ്നേസറേ, നിനക്കിത് 4ാമനായിരിക്കാം, എന്നാൽ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന് ഇത് 1ാമനായി ഇറങ്ങി നിൽക്കുവാനിടയായി തീർന്നു. നിങ്ങൾ കേൾക്കണമോ? ഇവരെ കൊണ്ട് ആ തീയുടെ മുന്നിൽ കൊണ്ടിട്ട് തെള്ളിയിടുന്നതിന് തൊട്ടു മുമ്പ് വരെ ഇത് ദൈവരാജ്യത്തിന്റെ പ്രശ്നമല്ലായിരുന്നു. എന്നാൽ ഈ 3 പേർ അതിലേക്ക് കാലെടുത്ത് വെക്കുന്നത് തൊട്ടു മുമ്പ് ഇത് ദൈവരാജ്യത്തിന്റെ തീയായി മാറുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞ പിടി കിട്ടിയോ? ഹല്ലേലൂയ. അതിന് തൊട്ടു മുമ്പ് ഇവരെ കൊണ്ടുവന്നവർ ആ തീയിൽ ദഹിച്ചു പോകുവാനിടയായി തീർന്നു. എന്നാൽ ഈ 3 പേർ എപ്പോഴും ഇതിലേക്ക് പ്രവേശിക്കുന്നു, ആ നിമിഷത്തിന് തൊട്ട് ഒരു മില്ലി സെക്കൻഡ് മുമ്പ് മുതൽ ഇത് ദൈവരാജ്യത്തിന്റെ തീയായി മാറുവാനിടയായി തീർന്നു. എനിക്കറിയത്തില്ല, ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയട്ടെ, ചില നിയമങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെ നിൽക്കുവാനിടയായി തീരും. എന്നാൽ ഹല്ലേലൂയ, കൃപ ലഭിച്ചവനോ തിരഞ്ഞെടുക്കപ്പെട്ടവനോ ദൈവരാജ്യവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നവനോ ആ വിഷയത്തിന്റെ മുമ്പിൽ വന്ന് നിന്നാൽ അന്നു മുതൽ അത് ദൈവരാജ്യത്തിന്റെ പ്രശ്നങ്ങളായി മാറും.
ഓ ഹല്ലേലൂയ, പിടികിട്ടിയില്ല. ഹല്ലേലൂയ. ഇന്ന് ഈ എന്താ പറയുക, കാനഡയിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ, ഈ കാനഡയിൽ നിയമങ്ങൾ എത്ര വിരോധമായിക്കൊള്ളട്ടെ, പക്ഷെ ഞാൻ ഒന്ന് വിളിച്ചു പറയാ, ഞാൻ എന്നതിനെ അഭിമുഖീകരിക്കുന്നോ അന്ന് മുതൽ അത് ദൈവരാജ്യത്തിന്റെ പ്രശ്നങ്ങളായി മാറും. Praise the Lord, praise the Lord, praise the Lord, hallelujah. ഞാനിങ്ങനെ പറയട്ടെ, ഒരു പട്ടണത്തിൽ എത്ര ദാരിദ്ര്യം കടന്നു വന്നാലും, എന്തെല്ലാം പ്രതികൂലങ്ങളായാലും, ഹല്ലേലൂയ, ദൈവരാജ്യവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരുവനെ അത് ബാധിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽ ആ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ ദൈവരാജ്യത്തിന്റെ പ്രശ്നങ്ങളായി മാറുവാനിടയായി തീരും. ഹല്ലേലൂയ. ആത്മമണ്ഡലം ചോദിക്കുന്നു, പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ടോ? ദേശത്ത് പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ടോ? ഹല്ലേലൂയ. ദേശത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടോ? നിൽക്കുവാൻ ഒരു കുടുംബമുണ്ടോ? അവരുടെ പ്രശ്നങ്ങൾ ദൈവരാജ്യത്തിന്റെ പ്രശ്നങ്ങളായി മാറും. ആ പട്ടണത്തിന്റെ പ്രശ്നങ്ങൾ ദൈവരാജ്യത്തിന്റെ പ്രശ്നങ്ങളായി മാറുവാനിടയായി തീരും. ഇവിടെ സിംഹത്തിന്റെ വിശപ്പോ അല്ലെങ്കിൽ തീയുടെ ശക്തിയോ ഒന്നുമല്ല പ്രശ്നം. ദൈവരാജ്യത്തുമായിട്ട് കണക്ട് ആയിരിക്കുന്ന ഒരുവനുമായി ഇത് കൂട്ടിമുട്ടി. ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ അല്ലെങ്കിൽ എന്നോട് പറയണം, തർക്കമുണ്ടെങ്കിൽ എന്നോട് പറയണം. ദൈവരാജ്യവുമായിട്ട് കണക്ട് ആകുന്ന ഒരുവനുമായി ഇത് കൂട്ടിമുട്ടുവാനിടയായി തീർന്നു. അന്നു മുതൽ ഇത് ദൈവരാജ്യത്തിന്റെ പ്രശ്നമായി മാറി. ഒരു ഇസ്രായേലിയ പൗരൻ ഹല്ലേലൂയ കാനഡയിൽ ഉണ്ടെങ്കിലും അമേരിക്കയിൽ ഉണ്ടെങ്കിലും ലോകത്തിന്റെ ഏത് രാജ്യങ്ങളുണ്ടെങ്കിലോ അവനെ തൊട്ട് കഴിഞ്ഞാൽ അത് ഇസ്രായേലിന്റെ പ്രശ്നമാ. ഇതേപോലെ തന്നെ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുന്ന എന്നെ നിന്നെ നോക്കിയിട്ട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, എടാ മോളെ, നിന്റെ പ്രശ്നം, നിന്റെ പ്രയാസങ്ങൾ എന്റെയും പ്രയാസങ്ങളാ, എന്റെയും പ്രശ്നങ്ങളാ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ പറയുവാനിടയായി തീർന്നല്ലോ. ഹല്ലേലൂയ, സ്തോത്ര. എപ്പോഴാണ് ദൈവരാജ്യം നമ്മളെ നോക്കിയിരിക്കുന്ന അറിയാം? പലപ്പോഴും നമുക്ക് നമ്മുടെ ഇന്നിനെ ഓർത്ത് വേദനയുണ്ടല്ലേ, നമ്മുടെ ഇന്നലകളെ ഓർത്ത് നമുക്ക് പരാതികളുണ്ട്. നമ്മൾ പലപ്പോഴും ചോദിക്കും, നമ്മുടെ കൂടെ നിൽക്കുന്ന ഹല്ലേലൂയ പലരും വളരുമ്പോഴും എന്താ നമ്മുടെ സ്ഥിതി ഇങ്ങനെ, നമ്മുടെ പ്രയാസങ്ങൾ എന്താ അങ്ങനെ തന്നെ നിൽക്കുന്നത്? ദൈവം എന്താ സൈലന്റ് ആയിട്ടിരിക്കുന്നത്? ദൈവം എന്താ വിഷയത്തിൽ ഇടപെടാത്തത്? ചോദിച്ചിട്ടില്ല നിങ്ങൾ പലപ്പോഴും, എന്റെ വിഷയത്തിൽ മാത്രം എന്താ ദൈവം ഇടപെടാത്തതെന്ന്? ഒറ്റ കാരണമേ ഉള്ളൂ, അവന് നിന്റെ നാളെ അറിയാം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഇന്നലെ അറിയുന്നവരുണ്ടായിരിക്കാം, നിന്റെ ഇന്നിനെ അറിയുന്ന പലരും ഉണ്ടായിരിക്കാം. എന്നാൽ എനിക്ക് ഉറപ്പോടെ പറയുവാൻ പറ്റും, നിന്റെ നാളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ദൈവരാജ്യത്തിന്റെ വിഷയങ്ങൾ വരുമ്പോൾ അവസാന നിമിഷം വരെ ഒന്നും നടന്നില്ലല്ലോ എന്ന് പലർക്കും തോന്നിയേക്കാം. ചന്ദ്രകമേശക്ക് അവനോട് ചോദിച്ചാൽ പറയും, തീയിൽ ബലം കെടുത്തിയ ദൈവത്തിന് മുമ്പേ ഞങ്ങളെ വിടുവിക്കാൻ പറ്റത്തില്ലായിരുന്നോ? മുമ്പേ രാജാവിനോട് ഇടപെടാൻ പറ്റത്തില്ലായിരുന്നു? ഒരു ദൂതനെ അയച്ചാൽ പോരായിരുന്നോ? എന്നാൽ ഈ 3 ബാലന്മാരോട് ദൈവത്തിന് പറയുവാനുള്ള ഒരു കാര്യമുണ്ട്, എനിക്ക് നിങ്ങളുടെ നാളെ അറിയാം. Praise the Lord, hallelujah. ആ ദാനിയേലിനെ സിംഹക്കുഴി ഇടുന്നതിന് തൊട്ടു മുമ്പ് ആ നിമിഷം വരെ ദൈവത്തിന് ഇടപെടത്തില്ലായിരുന്നോ? ദാനിയേൽ ചോദിച്ചു കാണും, നിനക്ക് വേണ്ടിയല്ലയോ ഞാൻ നിൽക്കുന്നത്? നിനക്ക് വേണ്ടിയല്ലയോ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്? നിന്റെ വേലയല്ലയോ ഞാൻ ചെയ്യുന്നത്? നിന്റെ രാജ്യത്തിന്റെ പ്രവൃത്തികളല്ലയോ ഞാൻ ചെയ്യുന്നത്? ചോദ്യങ്ങൾ പലതാ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ചോദ്യങ്ങൾ പലതാ. നിനക്ക് വേണ്ടിയല്ലേ കർത്താവേ ഞാൻ നിൽക്കുന്നത്? നിനക്ക് വേണ്ടി അല്ലയോ ഞാൻ ഓടുന്നത്? നിന്റെ നാമത്തിൽ അല്ലയോ ഞാൻ നിൽക്കുന്നത്? പക്ഷെങ്കിൽ ദൈവത്തിന് തിരിച്ചു പറയാനുള്ള ഒരു കാര്യം, എനിക്ക് നിന്റെ നാളെ അറിയാം. നീ സേവിക്കുന്ന ദൈവത്തെ മുഴു ലോകവും സേവിക്കുന്ന, നീ സേവിക്കുന്ന ദൈവത്തെ, അത് സത്യ ദൈവമെന്ന് മുഴു ലോകവും അംഗീകരിക്കുന്ന ഒരു നിമിഷത്തിലേക്കാ നീ ഇന്നും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവിനോട് വ്യക്തിപരമായി ചിലരോട് ദൂത് വിളിച്ചു പറയുവാൻ പറയുന്നു. ചില ഹല്ലേലൂയ പ്രയാസഘട്ടങ്ങളിൽ അവൻ സൈലന്റ് ആയിരിക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, നിന്റെ നാളെ അറിയാമെന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാ നീ കടന്നു വന്നിരിക്കുന്നത്. ഒത്തിരി ദൈവശബ്ദം നീ കേട്ടിട്ടുണ്ട്, നിന്റെ ഇന്നലെ നോക്കി പ്രവചിച്ചവരുണ്ട്, നിന്റെ ഇന്നിനെ നോക്കി പ്രവചിച്ചവരുണ്ട്. എന്നാൽ നിന്റെ നാളെയെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് നീ ഇന്നലെയോ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നെന്ന് നോക്കി നിൽക്കുന്ന ഒരു ദൈവ രാജ്യമുണ്ടെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ച അത് എന്നോടുള്ള ദൂതാണെന്ന് എത്ര പേർ സ്വീകരിക്കുവാനിടയായി തീരും?
നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവരാജ്യമുണ്ട്. Praise the Lord, praise the Lord, praise the Lord. ആമോസിന്റെ പ്രവചന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഒരിക്കൽ ആമോസിന് ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുക. ഇസ്രായേലിന് വിരോധമായി പ്രസംഗിക്കണം, പ്രവചിക്കണം. ഞാനിതൊന്നും ഇവിടെ പറയണമെന്ന് വിചാരിച്ചല്ല കേട്ടോ. ദൈവത്തിന്റെ ആത്മ പെട്ടെന്ന് ഹൃദയത്തിൽ തന്നുകൊണ്ട് ഞാനത് ആർക്കുള്ള ദൂതായിട്ട് കൈമാറുകയാണ്. ഹല്ലേലൂയ. ആമോസിനോട് പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. എന്താണ്? ഇസ്രായേലിന് വിരോധമായി പ്രവചിക്കണം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ യഹൂദയിലെ ഒരു പ്രവാചകനാണ്, യഹൂദന്മാരുടെ ഇടയിലെ ഒരു പ്രവാചകനാണ് ആമോസ് എന്ന് പറയുന്നത്. ആമോസ് പ്രവചിക്കുവാൻ തയ്യാറെടുത്തപ്പോൾ അന്ന് ഇസ്രായേലിലെ പുരോഹിതനായിരിക്കുന്ന അഹസ്യാവ് തോന്നുന്നു, അഹസ്യാവ് പെട്ടെന്ന് എന്നിട്ട് ഇസ്രായേൽ രാജാവിനോട് എന്ന് പറയുകയാണ്, നിനക്ക് വിരോധമായി യൊരോബെയാം എന്ന് പറഞ്ഞ രാജാവ് ആ കാലഘട്ടത്തിൽ അവിടെ വാണുകൊണ്ടിരിക്കുന്നത് 7-ാം അധ്യായം, ആമോസ് 7-ാം അധ്യായം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വായിച്ചതായിരുന്നു. ഞാനത് ദൂതായിട്ടൊന്ന് കൈമാറട്ടെ. അപ്പോൾ ആമോസ് ചെന്നിട്ട്, ആമോസിന് ഇങ്ങനൊരു വെളിപ്പാട് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ അഹസ്യാവ് ചെന്നിട്ട്, അതായത് ഇസ്രായേലിലെ പുരോഹിതനായിരിക്കുന്ന അഹസ്യാവ് ചെന്നിട്ട് യൊരോബെയാം എന്ന രാജാവിന്, ഇസ്രായേൽ രാജാവിനോട് എന്ന് പറയുകയാണ്, ഇവൻ നിനക്ക് വിരോധമായി എഴുന്നേറ്റിരിക്കുന്നു, ഇസ്രായേലിന് വിരോധമായി അവൻ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പറയുക, യൊരോബെയാമിന് എന്നാൽ നിന്റെ രാജ്യത്വം പിടിച്ച് താഴെ ഇടേണ്ടതിന് വേണ്ടിയും നിന്റെ രാജ്യത്തിന് വിരോധമായി ഇവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഒക്കെ പറയുന്നു. എന്നിട്ട് ആമോസിന്റെ അടുത്ത് എന്നിട്ട് ഇതേ അഹസ്യാവ് എന്നിട്ട് പറയുക, അതിനകത്ത് ഇങ്ങനെ എഴുതിക്കുന്നത് എടാ ദർശക എന്നല്ലേ എഴുതിയിരിക്കുന്നത്, എടോ ദർശക. കേട്ടോ, ഈ പുരോഹിതൻ വന്നിട്ട് ആമോസിനോട് എന്നിട്ട് പറയുക, എടോ ദർശക, അന്ന് പ്രവാചകന്മാരെ വിളിക്കുന്നത് ദർശക എന്നാ പറയുക, എടോ ദർശക, നീ യഹൂദയിലേക്ക് ഓടിപ്പൊക്കൊള്ളുക. കാരണം നീ യഹൂദയിൽ നിന്ന് വന്ന പ്രവാചകനാ, നീ യഹൂദയിലേക്ക് ഓടിപ്പൊക്കൊള്ളുക. എന്നിട്ട് അവിടെ വല്ലതും പോയി പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചോണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു പ്രവാചകനെ നോക്കിയിട്ട് ഒരു പുരോഹിതൻ വിളിച്ചു പറയാം, എടോ ദർശക, നീ അവിടെ വല്ലതും പോയി പറഞ്ഞോണം. തിരിച്ച് ആമോസിന്റെ മറുപടി എന്താണെന്നറിയോ? ഞാൻ പ്രവാചകനുമല്ല, ഞാൻ പ്രവാചക ശിഷ്യനുമല്ല. അവന്റെ മറുപടി എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തിയത്. ഞാൻ പ്രവാചകനുമല്ല, പ്രവാചക ശിഷ്യനുമല്ല. എന്നിട്ട് പറയുക, ഞാൻ ഇടയനും കാട്ടത്തിപ്പഴം പറക്കി നടക്കുന്നവനാ. അല്ല, അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഞാൻ സിസ്റ്റർ വായിക്കോ. ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനുമത്രേ. കേട്ടോ, ഞാൻ ഇടയനുമല്ല, ഞാൻ ഇടയനും കാട്ടത്തിപ്പഴി പറക്കി നടക്കുന്നവനുമാ. ഞാൻ പ്രവാചകനും അല്ല, പ്രവാചക ശിഷ്യനും അല്ല. എടാ അഹസ്യാവേ, നിന്റെ ഒരു ലേബലും എനിക്ക് വേണ്ട. ഇനി അടുത്ത് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ ഈ പ്രവചിച്ച അഹോവൃത്തി കഴിക്കേണ്ട ആവശ്യം എനിക്കില്ലെന്ന്. എന്നിട്ട് അവന്റെ അടുത്ത വാക്ക് എന്താണെന്നറിയാമോ? ഞാൻ കാട്ടത്തിപ്പഴി പറക്കി നടന്നപ്പോൾ യഹോവ എന്നോട് വന്നിട്ട് പറഞ്ഞു, പോയി പ്രവചിക്കാൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്കറിയത്തില്ല, ഇതിങ്ങനെ കയറി വന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, അങ്ങനെയുള്ള ചില പ്രവാചകന്മാരെ ദൈവം ഈ കാലഘട്ടത്തിൽ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. അവർക്ക് പ്രവാചകനാണെന്നൊന്നും തെളിയിക്കേണ്ട, അവർക്ക് അതിന്റെ ലേബലൊന്നും വേണ്ട. ഹല്ലേലൂയ. അവർ പോയി നിന്നിട്ട് പറയുമോ, ഞാൻ ഇന്ന മേഖലയിലായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വന്നിട്ട് പറഞ്ഞു, പോയി പ്രവചിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയട്ടെ, പ്രവാചകൻ ഒരു കൂട്ടത്തിൽ ചെന്നാൽ തന്റെ സ്റ്റാറ്റസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രവചിച്ച് കാണിക്കണം. ഇവിടെ ഒന്നിന്റെ ആവശ്യമില്ല, അവനൊന്നും കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ അവൻ അറിയിക്കുവാൻ ഒരു അരുളപ്പാട് അവന്റെ നാവിലുണ്ട്. ഞാനിങ്ങനെ പറയട്ടെ, നിന്റെ പ്രാർത്ഥനാ റൂമിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ഇടപെടുന്നുണ്ടോ? നിനക്ക് പ്രവാചകൻ എന്നുള്ള ലേബലില്ലായിരിക്കാം, പാസ്റ്റർ എന്നുള്ളൊരു ലേബലില്ലായിരിക്കാം, പക്ഷെങ്കിൽ അരുളപ്പാട് അറിയിക്കുന്ന ഒരു അരുളപ്പാട് ഭാവിച്ച ഒരു ഹൃദയം നിനക്കുണ്ട്. ഓ, അങ്ങനെ ഒരു നാവ് നിനക്കുണ്ടോ? നിന്നെ നോക്കിയിട്ട് ഞാൻ വിളിച്ചു പറയാ, പുരോഹിതന്മാർ നിനക്കെതിരായി നിൽക്കട്ടെ, രാജാവ് നിനക്കെതിരായി നിൽക്കട്ടെ, രാജാക്കന്മാർ നിനക്കെതിരായി നിൽക്കട്ടെ, എന്നാൽ അവരുടെ നടുവിൽ നിന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തുന്ന ഒരു സ്വർഗീയ ഒരു ദൈവ രാജ്യമുണ്ട്. പിടികിട്ടിയോ? ഹല്ലേലൂയ. നിന്റെ മേൽ ഒരു ദൈവിക അരുളപ്പാടിനെ, എനിക്കറിയത്തില്ല, ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ പറയുന്നു, നിന്റെ മേൽ ഒരു ദൈവിക അരുളപ്പാടിനെ ദൈവം പകരാൻ പോകുകയാണ്. ഇസ്രായേലിൽ പ്രവാചകന്മാരില്ലാഞ്ഞിട്ടാണോ? യഹൂദയിൽ പ്രവാചകന്മാരില്ലാഞ്ഞിട്ടാണോ? എന്നാൽ നീ പറയേണ്ടത് നിന്നെ കൊണ്ട് മാത്രമേ ദൈവം പറയിപ്പിക്കത്തുള്ളൂ.
നിന്നെ റീപ്ലേസ് ചെയ്യാൻ ദൈവത്തിന് വേറൊരാളില്ല. ഹല്ലേലൂയ. നീ ഒരു സെക്കൻഡ് ഓപ്ഷൻ അല്ല. എന്റെ ദൈവത്തിന് നിന്നെ ആവശ്യമാ. ഈ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാരുടെ മുഖം നോക്കാതെ, പുരോഹിതന്മാരുടെ മുഖം നോക്കാതെ, ചില കാലഘട്ടങ്ങളിൽ പ്രവചിക്കുന്ന പ്രവാചകന്മാരെ ഈ അഹാബിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് ദൈവത്തിന്റെ പ്രവാചകനായി നിന്നുകൊണ്ട് ഞാൻ പ്രവചിച്ചാൽ എത്ര പേർ അത് ആത്മാവിൽ സ്വീകരിക്കും? ഒരു പുരോഹിതം വിളിക്കുക, എടോ ദർശക, നീ വല്ല യഹൂദ വല്ലം പോയി പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചോണം. എടാ, ഇത് അഹോവൃത്തി കഴിക്കുന്ന പരിപാടിയല്ല. ഞാൻ ചില ഭാഷകൾ പറഞ്ഞ വിമർശന വിധേയനാകേണ്ടി വരും. പക്ഷെ എന്നാലും ഞാൻ പറയട്ടെ, ഇത് അഹോവൃത്തിയുടെ കേസല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് നിലനിൽപ്പിന്റെ കേസല്ല. വീണ വാക്കിന്മേലുള്ള ഒരു ഓട്ട, വീണ വാക്കിന് വേണ്ടിയുള്ള ഒരു നിൽപ്പ. അല്ല ദിവസനെ. ഹല്ലേലൂയ. ഇത് മറ്റൊന്നും നോക്കിയിട്ട് നിൽക്കുന്ന നിൽപ്പല്ലെന്നേ, കേട്ടിയ ഒരു പദത്തോട് കാണിക്കുന്ന കൂറ. ഇത് വീണത് എവിടെ നിന്നുള്ള ശബ്ദമാണെന്നുള്ള തിരിച്ചറിവിനുള്ള ഓട്ടമാ. പ്രതിഫലം ഒന്നും കണ്ടില്ലെങ്കിലും, മറുപടികളൊന്നും സംഭവിച്ചില്ലെങ്കിലോ, ഹല്ലേലൂയ, പറഞ്ഞ വാക്ക് ദൈവത്തിന്റെ ആണെങ്കിൽ ഞാൻ നിൽക്കുമെന്നുള്ളൊരു ബോധ്യമാണ്. ഇങ്ങനെയൊക്കെ ഈ കാലഘട്ടത്തിൽ നിൽക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇങ്ങനെയൊക്കെ ഈ കാലഘട്ടത്തിൽ കയറി നിൽക്കാൻ പറ്റുമോ? ഒന്നും പ്രതിഫലമില്ലെങ്കിലോ, തിരിച്ച് ഫലരിയ ഒന്നും തന്നെ കിട്ടത്തില്ലെങ്കിലോ, ഒരു പേരിന് നീ അവകാശിയാകത്തില്ലെങ്കിലോ, ഒരു ബോധ്യമുണ്ട്, നിൽക്കുന്നത് ഞാൻ കർത്താവിന് വേണ്ടിയാ. അവന്റെ അരുളപ്പാടില ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവന്റെ അരുളപ്പാടില ഞാൻ ചൂടുകളെ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആരെന്നെ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലോ, ആരെന്നെ ബാക്ക് ചെയ്യാനില്ലെങ്കിലോ, എനിക്ക് ഒരു ബോധ്യമുണ്ട്, എന്നെ ബാക്ക് ചെയ്യുന്ന ഒരു ദൈവരാജ്യമുണ്ട്. എന്റെ ദൈവത്തിന്റെ വാക്കിൽ സഞ്ചരിക്കുന്ന ഒരു ദൈവരാജ്യം. ഈ ബോധ്യമുള്ളവന് കല്ലെറുകൊണ്ട പ്രശ്നമുണ്ടോ? ചോദിച്ചാ സെഫനോസ് പറയോ, ഒരാടെയും ബാക്കി വേണ്ട. ഹല്ലേലൂയ. ആരെങ്കിലും വന്ന് ഇതിനൊന്ന് തടയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെങ്കിൽ ഏറുകൊള്ളുമ്പോഴും എനിക്ക് വേണ്ടി മാത്രം തുറക്കപ്പെട്ടു നിൽക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഞാൻ അതിനെ മാത്രം നോക്കുവാനിടയായി തീരും. ആരെനിക്ക് വേണ്ടി ഈ ചെയറിൽ നിന്നും എഴുന്നേറ്റ് നിന്നില്ലെങ്കിലോ, എനിക്കൊന്നറിയാം, ഹല്ലേലൂയ, ദൈവം എനിക്ക് വേണ്ടി തന്റെ സിംഹാസനം വിട്ട് എഴുന്നേറ്റ് എന്നെ കുനിഞ്ഞു നോക്കുവാനിടയായി തീരും. എന്നെ വെൽക്കം ചെയ്യുവാൻ ഒരു ദൈവരാജ്യം വെയിറ്റിംഗിലുണ്ട്. ത്രസിപ്പിച്ചില്ലെങ്കിലോ നിന്നെ ബാക്കി ചെയ്യുന്ന ഒരു ദൈവരാജ്യമുണ്ടെന്നുള്ള ബോധ്യത്തിൽ ഇന്ന് ദിവസമായിരുന്നായിട്ട് എനിക്കറിയത്തില്ല, ഞാൻ ഇത് സമയം കളയാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ. ദൈവത്തിന്റെ ആത്മാവ് അത് സ്പഷ്ടമായിട്ട് എന്നോട് ദൂത് വിളിച്ചു പറയുവാൻ പറയുന്നു. ഈ കാലഘട്ടങ്ങളിൽ ദൈവശബ്ദമായി നിൽക്കേണ്ട ചില ആമോസുമാരെ ദൈവം ഈ കാലഘട്ടങ്ങളിൽ ഈ സഭയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. എടാ, നീ പ്രവചിക്കേണ്ടത് പ്രവാചകനാന്ന് തെളിയിക്കാനല്ല. നീ പ്രവചിക്കേണ്ടത് അഹോവൃത്തി കഴിക്കുവാനല്ല. നീ പ്രവചിക്കേണ്ടത് ദൈവരാജ്യത്തിന്റെ ഒരു ആവശ്യമാ. Praise the Lord. Praise the Lord. Hallelujah. നിന്റെ സ്റ്റാറ്റസിന്റെ പ്രശ്നമല്ല ഈ അരുളപ്പാട് നീ അറിയിക്കേണ്ടത്. ഇത് നിന്നെ കൊണ്ട് മാത്രം ദൈവം ചെയ്യിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക നിയോഗമാ. ഞാൻ പറയുന്നത് കുറിച്ച് വെച്ച മോനെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനോട് അങ്ങനെ തന്നെ സ്പഷ്ടമായിട്ട് പറയുവാൻ പറയുന്നു. ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് ചില ആമോസുമാരെ ആവശ്യമാ. രാജാവിന് ഐഡിയ പറഞ്ഞു കൊടുക്കുന്ന പല പ്രവാചകന്മാരെ കണ്ടിരിക്കുക. രാജ്യത്തിന്റെ ഗതിയെ കുറിച്ച് ഡിസൈൻ ചെയ്ത് പ്രവചിക്കുന്ന പല പ്രവാചകന്മാരെ കണ്ടിരിക്കുക. എന്നാൽ തെറ്റിപ്പോയ ഒരു ജനത്തെ മടക്കി വിളിക്കുന്ന ഹല്ലേലൂയ ചില യരോബയന്മാരോട് ദൈവം എന്നെ ഒരു ത്രാസ് കാണിക്കുന്നു, ദൈവം എന്നെ ഒരു തൂക്കുകട്ട കാണിക്കുന്നു, അത് വെച്ച് ദൈവം ചിലതിനെ അളന്നു നോക്കുന്നു പ്രവചിക്കുന്ന ചില ആമോസുമാർ ഈ കാലഘട്ടത്തിൽ എഴുന്നേറ്റേ മതിയാകുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു തലമുറയെ ദൈവത്തിന്റെ ആത്മാവ് ഈ കാലഘട്ടങ്ങളിൽ തിരിഞ്ഞു നോക്കുകയാ.
അവർക്കൊന്നും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്കൊന്നും തെളിയിക്കേണ്ട കാര്യമില്ല. പക്ഷെങ്കിൽ അവർ മിണ്ടാതിരിക്കത്തില്ല. എത്ര വായ് അവരെ അടച്ചു കളഞ്ഞാലോ അവർ പ്രവചിച്ചുകൊണ്ടേയിരിക്കുവാനിടയായിത്തീരോ. അവർക്ക് കൈമാറുവാൻ ഒരു ദൈവിക അരുളപ്പാടുണ്ട്. Praise the Lord, praise the Lord, praise the Lord. സമയം മുന്നോട്ട് പോകുന്നല്ലോ. ഞാൻ പറഞ്ഞല്ലോ, യേശുവിന്റെ ഏറ്റവും വലിയ പ്രസംഗങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ അത് ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് കടന്ന് ഒരു മാരിവെടുക്കണ്ടായി, കുറച്ച് മിനിറ്റ്സ് കൂടെ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, യേശു ഉദാഹരണങ്ങളാൽ ദൈവരാജ്യത്തെ കുറിച്ച് പറയുക. യേശു പ്രസംഗത്തിൽ ഉദാഹരണമായി പറയുന്നു, ഒരു മനുഷ്യൻ തന്റെ വയലിൽ ഒരു കടുകുമണി കൊണ്ട് ഇടുവാനിടയായി തീർന്നു. അല്ലെ, കടുകുമണി കൊണ്ട് നട്ടെന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, ഒരു കടുകുമണി കൊണ്ട് പരിചരിച്ചെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഒരു കടുകുമണി കൊണ്ട് ഇട്ടുവാനിടയായി തീർന്നു. എന്നിട്ട് പറയുക ദൈവരാജ്യം ഇതുപോലെ. എന്നിട്ട് പറയുക അത് സകല വിത്തിലും ഏറ്റവും ചെറിയതെങ്കിലും, കടുകുമണി കണ്ടിട്ടുള്ളൊരു കൈ നോക്കിക്കേ, എല്ലാവരും കണ്ടിട്ടുണ്ട്. എല്ലാ വിത്തിലും ഏറ്റവും ചെറിയതെങ്കിലും അത് വലിയ വൃക്ഷമായി തീർന്നു. ദൈവരാജ്യത്തിനെ കുറിച്ചുള്ള ഉദാഹരണം പറയുക. അത് ആ വയലിലെ ഏറ്റവും വലിയ വൃക്ഷമായി തീർന്നു. തുടർന്ന് വായിക്കുന്നു, സകല പക്ഷികളും അതി വന്ന് കൂടുകൂട്ടുവാനിടയായി തീർന്നു. ഞാൻ അവിടെ നിന്നൊരു ദൂത് പറയട്ടെ. ഏത് പ്രയാസമുള്ള, അല്ലെങ്കിൽ എത്ര പ്രശ്നമുള്ള, അല്ലെങ്കിൽ വളരാൻ സാധ്യതയില്ലാത്ത ഒത്തിരി വിത്തുകളുള്ള നിന്റെ ആ വിഷയത്തിലുണ്ടല്ലോ, ഈ ചെറിയ കടുകുമണി കൊണ്ടൊന്നിടാവോ? ദൈവരാജ്യത്തെ കൊണ്ടൊന്ന് പ്ലേസ് ചെയ്യാവോ? ഓ, മനസ്സിലായില്ല. ഹല്ലേലൂയ. നിന്റെ എത്ര ടഫ് സിറ്റുവേഷനിലും വളരാൻ സാധ്യതയില്ലാത്ത ഒരു മണ്ണിലും നടണ്ട, ഇതിനെ കൊണ്ടൊന്ന് ഇടാവോ? നടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, പരിചരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഒന്നും ചെയ്യണ്ട, നിനക്കതൊന്നും ഇട്ടു നോക്കാവോ? ഞാൻ ഇങ്ങനെ പറയാ, നാളുകളായി അടുക്കാത്ത പക്ഷികൾക്കൊന്ന് കൂടുകൂട്ടും കേട്ടോ. അതാ ഏറ്റവും ചെറിയ വിത്തെങ്കിലും ഏറ്റവും വലുതായി മാറുവാനിടയായി തീരും. ഹല്ലേലൂയ. അന്നേരം പക്ഷികൾ വന്നേ പറ്റത്തുള്ളൂ. കാരണം ഇത് പലതിനെയും ആകർഷിക്കുവാനിടയായി തീരുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവരാജ്യവുമായിട്ട് നിന്റെ വിഷയത്തെ ഒന്ന് കണക്ട് ചെയ്യാമോ? ഹല്ലേലൂയ. ഇത് ചിലതിനെ ആകർഷിച്ചു കൊണ്ടുവരുവാനിടയായി തീരും. നിന്റെ വിഷയത്തിൽ ഈ രാജ്യം ഇടപെടാത്താണ് വിഷയം. പ്രൈസ് ദി ലോർഡ്. കഥ പറയുക, മുമ്പേ എന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. അടുത്ത വാക്കെന്ന് ചേർന്ന് പറഞ്ഞേ, ഉറക്കെ പറ. പറഞ്ഞേ, എല്ലാരും വായിന്ന് പറഞ്ഞേ. ബാക്കിയെല്ലാം നിങ്ങളോട് വന്ന് ചേരും. മുന്നമേ എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെ നിങ്ങളോട് വന്ന് ചേരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാ കടുകുമണിയുടെ ഉപമ പറഞ്ഞപ്പോഴും എന്നിട്ട് പറയുകയാണ്, ഒരിക്കൽ ഒരുവന് ഒരു വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയോട് സദൃശ്യമാക്കി ദൈവരാജ്യത്തെ കുറിച്ച് പറയുക. ദൈവരാജ്യം തന്റെ വയലിൽ ഒളിപ്പിച്ച നിധിയോട് സദൃശ്യം. ഒരുവൻ ഇതിനെ കണ്ടെത്തി. അവൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? അവനുള്ളതെല്ലാം വിറ്റ് ഈ വയൽ മേടിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊരു നിധിയാകട്ടോ, ഇതൊരു നിധിയാ. ഇതിന്റെ ഒരു എന്താ പറഞ്ഞ, ഞാൻ പറയുന്നത് പോലെ ഈ തേങ്ങാപ്പൂളിന്റെ അത്രയും കഷ്ണം കിട്ടിയാലും അതുകൊണ്ട് പ്ലേസ് ചെയ്തോണം എല്ലായിടത്തും. നിന്റെ ഫിനാൻസിൽ ഇതിനെ പ്ലേസ് ചെയ്യേ, നിന്റെ ബിസിനസ്സിൽ ഇതിനെ പ്ലേസ് ചെയ്യേ, നിന്റെ ജോലിയിൽ ഇതിനെ പ്ലേസ് ചെയ്യേ. ഹല്ലേലൂയ. നിന്റെ കുടുംബ വിഷയങ്ങളിൽ ഇതിനെ പ്ലേസ് ചെയ്യേ. ഏത് മേഖലയിൽ ഇതിനെ പ്ലേസ് ചെയ്യുന്നോ അത് അവിടെ കടന്ന് വളരുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് നീ തേടിപ്പോയിട്ട് നിനക്ക് കിട്ടാത്തതൊക്കെ നിന്നോടുകൂടി ആഡ് ഓൺ ചെയ്യുവാനിടയായി തീരും, നിന്റെ കൂടെ വന്നു ചേരുവാനിടയായി തീരും. ഞാൻ ആത്മാവിൽ നിന്നുകൊണ്ട് ദൈവസഭയെ നോക്കി ആത്മാവിൽ പ്രവചിക്കുകയാണ്. ദൈവരാജ്യവുമായിട്ട് നിന്റെ സകല വിഷയം കണക്റ്റഡ് ആണോ, അത് ദൈവരാജ്യത്തിന്റെ പ്രശ്നമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമുക്ക് ഈ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ ഈ ചെറിയൊരു വിഷയമായിട്ട് കരുതല്ലേ. പ്രാർത്ഥിക്കാൻ ഭയങ്കര വിഷയമാണ്, പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നത് തന്നെ ഒരു വിഷയമാണ്. ചെറിയ കാര്യമായിട്ടൊന്നും കരുതല്ലേ. പറയുമ്പോൾ വിചാരിക്കും പ്രാർത്ഥിക്കാനില്ലയോ എന്ന് വിചാരിക്കും. 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ മെനക്കെടുന്നവരുണ്ട്, അറിയോ? 5 മിനിറ്റ് പോയി പ്രാർത്ഥിക്കാൻ വിചാരിച്ചിട്ട് നടക്കാത്തവരുണ്ട്.
എന്നാൽ അതേപോലൊരു മനുഷ്യൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞു എന്ന് പറയുന്നു. രാജാവാ, തിരക്കുള്ള മനുഷ്യനാ, ഒത്തിരി ടാസ്കുകൾ ചെയ്യാനുള്ളവനാ, പക്ഷെങ്കിൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് മെസ്സേജിക്കറിയാം. ദാനിയേലിനെ നോക്കിക്കേ, അവൻ പതിവ് ചെയ്തു വന്നതുപോലെ ഹല്ലേലൂയ യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കുക. ഒറ്റ കാര്യമുള്ളൂ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. ദൈവരാജ്യവുമായിട്ട് കണക്റ്റ് ആകാതെ ഒന്നും മൂവ് ചെയ്യത്തില്ലെന്നുള്ളൊരു ബോധ്യമാണ്. നമ്മൾ പലപ്പോഴും പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ പ്രയോറിറ്റി എന്ന് പലതിനെക്കുറിച്ചും വിരൽ ചൂണ്ടുമ്പോഴും ഈ ദൈവരാജ്യത്തിന് നീ ഒരു പ്രയോറിറ്റി കൊടുത്തു നോക്ക്. ഞാനതാ പറയുന്നത്, നിങ്ങൾ നടണ്ട, ഒന്ന് ഇട്ട് നോക്ക്. ഞാൻ പറയട്ടെ, ഈ നിങ്ങൾ ഷെഡ്യൂളൊക്കെ ഇടുമ്പോഴേ ദൈവരാജ്യവുമായിട്ട് നിങ്ങളുടെ ഷെഡ്യൂൾ ഒന്ന് ചെയ്തു നോക്ക്. അപ്പം തന്നെ വിഷയങ്ങൾ തിരിയും. എന്നാ സാധനം എടുക്കുമ്പോഴും ദൈവരാജ്യത്തിന് ഒന്ന് പ്ലേസ് ചെയ്ത് നിങ്ങൾ അതൊന്ന് ഷെഡ്യൂൾ ചെയ്തേ. നിങ്ങൾ ഡയറി എഴുതുന്ന സ്വഭാവം, അടുത്ത ആഴ്ചത്തെക്കുറിച്ചൊരു പ്ലാൻ നിങ്ങൾ എഴുതുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ പദ്ധതി എഴുതിയിട്ട് അതുമായിട്ടൊന്ന് ഡിസൈൻ ചെയ്തേ. അല്ലെങ്കിൽ ഒരു ദിവസം തുടങ്ങുമ്പോൾ ദൈവരാജ്യത്തിൽ നിന്ന് ഇതിനൊന്ന് തുടങ്ങി നോക്കിക്കേ. ഞാൻ ഈ ഫെബ്രുവരി 1-ാം തീയതി നിന്നുകൊണ്ട്, ഫസ്റ്റ് സൺഡേ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുക, ഈ 1-ാം തീയതി അടുത്തൊരു മാസത്തെ ദൈവരാജ്യവുമായിട്ട് ഹല്ലേലൂയ, ഒന്നും പറ്റിയില്ലെങ്കിൽ ചർച്ചിന്റെ പ്രോഗ്രാം ഇങ്ങനെ എടുത്തു വെക്കണം. ഹല്ലേലൂയ, ഇതുമായിട്ട് എൻ്റെ വർക്ക് ഷെഡ്യൂള് ഓക്കെ ആണോ, അല്ലെങ്കിൽ എൻ്റെ ദൈനംദിന ജീവിത കാര്യങ്ങൾ ഓക്കെ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ തയ്യാറുണ്ടോ? പണ്ടൊരു ദിവസം ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടി അനുഗ്രഹമാണ് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള മേടിച്ചു വെക്കുന്നത്. കാരണം അവനവിടെ ഒരു ഒരുക്കം കാണിക്കുക, എനിക്ക് പ്രാർത്ഥിക്കണം. ഞാൻ ഇങ്ങനെ പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കത്തില്ലേ, അപ്പോൾ മുതൽ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുക. അതിനെ ഭയക്കുന്ന ആത്മലോകമുണ്ട്. എനിക്കൊരു വലിയ ഉദാഹരണം പറയാനുണ്ട്, അത് പറയാൻ സമയമായിട്ടില്ല. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ ആ വിഷയങ്ങൾ ചലിച്ചു തുടങ്ങുവാനിടയായിത്തീരും. ഞാൻ പലപ്പോഴും എൻ്റെ ലൈഫിനെ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ ഇങ്ങനെ പറയട്ടെ. പലപ്പോഴും എൻ്റെ അടുത്ത് വന്ന ഒരാൾ ഒരു പ്രാർത്ഥനാ വിഷയം ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ കൂടെ പോകുന്ന ആദ്യത്തെ കാര്യം, ആ വിഷയത്തിനുള്ള പരിഹാരം തുടങ്ങിക്കഴിഞ്ഞു. കാരണം വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ഹൃദയത്തിൽ ഇത് പ്രാർത്ഥിക്കണം എന്ന് കയറുമ്പോൾ മുതൽ ആ വിഷയത്തിന് പരിഹാരം നടന്നെന്ന് അതെൻ്റെ വിശ്വാസമാണ്. അത് ഞാൻ എടുത്തേക്കുന്ന ഒരു വിശ്വാസമാണ്. അതങ്ങനെയൊക്കെ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യത്തിൽ. പ്രൈസ് ലോർഡ്. ഞാൻ എടുക്കും. ഇപ്പം ജോഷു വന്നിട്ട് പറയാം, അച്ഛാ ഇന്നൊരു വിഷയത്തിന് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകും അവൻ ആ സാധനം വേണമെന്നുള്ള ആവശ്യബോധം അവൻ്റെ മേൽ വീണു. അത് പ്രാർത്ഥനയെ കൂടെ നടക്കുമെന്ന് അവൻ വിശ്വസിച്ചു. അപ്പോൾ മുതൽ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്നത് ആ വിഷയത്തിന് വേണ്ടി പരിഹാരം നടന്നു. കാരണം ഇതൊക്കെ ഒരു ദൈവരാജ്യത്തിൻ്റെ ബോധ്യങ്ങളാണ്. ഇത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാടാണ്. ഇതിൻ്റെ ഒരു മറുവശം കൂടെ ഞാൻ പറയാം. ദൈവരാജ്യത്തെക്കുറിച്ച് ഇത്രയും പറയുമ്പോൾ ഇതിൻ്റെ ഒരു മറുവശത്തെക്കുറിച്ച് കൂടെ പറയണം. കുഞ്ഞുങ്ങളോടെ കളിച്ചോട്ടെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവരാജ്യത്തിൻ്റെ അടുത്തൊരു മറുവശത്തെക്കുറിച്ച് ഞാൻ പറയാം. ഇതേ 13-ാം അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു അടുത്തൊരു ഉദാഹരണം പറയുകയാണ്. ഒരു നല്ല യജമാനൻ തൻ്റെ വയലിൽ കൊണ്ട് നല്ല വിത്തുകൾ വിതയ്ക്കുവാനിടയായി തീർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദാസന്മാരെ വന്നിട്ട് പറയുക, നമ്മൾ നല്ല വിത്ത് തന്നെ എല്ലു വിതച്ചത്, എന്നാൽ കളകള് കിടക്കുന്നല്ലോ. അപ്പോൾ യജമാനൻ പറയുന്ന കാര്യം ഇങ്ങനെ, ഞാൻ നല്ല വിത്ത് തന്നെയാണ് വിതച്ചത്, ഞാൻ നല്ല ഫസ്റ്റ് ക്വാളിറ്റി വിത്ത് തന്നെയാണ് വിതച്ചത്. എന്നാൽ നമ്മൾ രാത്രി പോയി കിടന്നുറങ്ങിയപ്പോൾ നമ്മുടെ ശത്രുക്കൾ വന്നിട്ട് കളകൾ വിതച്ചിട്ട് പോയി. അപ്പോൾ ഇവന്മാർ ചോദിക്കുന്ന അടുത്ത റീസൺ, എന്നാൽ ഞങ്ങൾ പോയിട്ട് ആ കളയെല്ലാം പറിച്ചു കളയട്ടെ. തിരിച്ച് യജമാനന്റെ മറുപടി എന്തായിരുന്നറിയോ? ഇപ്പം പറിക്കണ്ട, അതവിടെ നിന്നോട്ടെ. ഞാൻ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇടുന്ന വളം ഇതിനും പോത്തില്ലേ? അല്ലേ? ഇടുന്ന വളം ഈ കളയ്ക്കും കിട്ടത്തില്ലേ? കൊടുക്കുന്ന പരിചരണങ്ങൾ ഈ കളയ്ക്കും കിട്ടത്തില്ലേ? പക്ഷേ ഈ യജമാനൻ പറയാം അത് പറിക്കണ്ട. കാരണം യജമാൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? അവൻ വളരുന്നതല്ല യജമാൻ്റെ പ്രശ്നം, കള വളരുന്നതല്ല യജമാൻ്റെ പ്രശ്നം. അവനെ പറിച്ചാൽ ഇതിനിളക്കം തട്ടുമെന്നുള്ളതാണ് പ്രശ്നം. ഇന്ന് സഭയിൽ പലതിനെ പറിച്ചു കളയത്തിൻ്റെ കാര്യം എന്താണെന്നറിയോ? മറ്റേതിന് ഇളക്കം തട്ടായിരിക്കാനാ. ഒന്നിന് വളമിടുമ്പോൾ മറ്റേതിന് വളമാകുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇതിനിളക്കം തട്ടാതിരിക്കാനാ. യജമാനന്റെ പ്രശ്നം ശത്രു വിധിച്ചിട്ട് പോയ സാധനമല്ല. യജമാനന്റെ പ്രശ്നം
ഞാൻ വിതച്ച വിത്തിന്റെ പരിചരണമാ. ഞാൻ പറയാൻ നിങ്ങൾക്ക് പിടി കിട്ടുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. യജമാനന്റെ പ്രശ്നം അവൻ വിതച്ച വിത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നോ എന്നുള്ളതാ വിഷയം. ഞാൻ പറയട്ടെ, കാൽവറി ക്രൂശിൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരുവൻ അറുക്കപ്പെട്ടല്ലോ. അല്ലെ, അവന്റെ വിഷയം നിന്റെ ശത്രു വളരുന്നെന്നുള്ളതല്ല, നിനക്കിളക്കം തട്ടല്ലെന്നുള്ളതാ. ഞാൻ പറയട്ടെ, ഞങ്ങൾ ഇത്രയും പേര് ഒരു ഗ്യാങ് ആണെന്ന് വിചാരിച്ചോ. ഇവന്മാര് 3 പേര് നല്ല വിശുദ്ധന്മാരാ, ഞാൻ ഇച്ചിരി ഉടായിപ്പാ, ഞാൻ മറ ഇടയ്ക്ക് നിൽക്കാം. എനിക്കിട്ട് എന്തെങ്കിലും ഒരു പണി കിട്ടിയ ഇവന്മാർക്ക് നാളെ എന്താ വിഷയം എന്നറിയോ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയുന്നത്. ഇവന്മാരുടെ നാളത്തെ വിഷയം എന്താണെന്നറിയാവോ? ഹല്ലേലൂയ, ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഇത്രയൊക്കെ ഉള്ളൂ, ഈ ഒരു ഇളക്ക് ഇവന്മാർക്ക് തട്ടരുത്. കർത്താവ് പറയും, ഇല്ല, അവനും വളർന്നോട്ടെ. ഇതെന്നും ഇങ്ങനെ നിൽക്കത്തില്ല കേട്ടോ. അതുകൂടെ പറഞ്ഞിട്ടാ ദൈവം ഇവിടെ നിർത്തിയത്. കൊയ്ത്തിന്റെ ഒരു സമയം വരും, അപ്പോൾ ആദ്യം പറിക്കുന്നത് ഈ കളയാ. മനസ്സിലായോ? ആദ്യം ഈ കള പറിച്ചിട്ട് അവൻ കൂട്ടിക്കെട്ടും. എന്തിനു വേണ്ടിയാണെന്ന് അറിയുമോ? തീയിലിട്ട് കളയാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനിങ്ങനെ പറയട്ടെ, ഈ ബോംബില്ലയിൽ നമ്മുടെ സഭ ഭയങ്കരമായിട്ട് വളർന്നെന്ന് വിചാരിച്ചു. പീറ്റർ പോയി നമ്മുടെ സഭ ഭയങ്കരമായിട്ട് വളർന്നെന്ന് വിചാരിച്ചു. സ്കാർബോയിൽ നമ്മുടെ സഭ ഭയങ്കരമായിട്ട് വളർന്നെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ ഒരു റിവൈവൽ പടർന്നിട്ട് നമ്മുടെ ഈ 3 സ്ഥലങ്ങളും ഒന്നായെന്ന് വിചാരിച്ചോ? ഭയങ്കര രീതി ഒന്നായെന്ന് വിചാരിച്ചോ? ദേശത്ത് അസാധാരണമായ സഭ വളർച്ച ഉണ്ടായി നിൽക്കുന്ന അതേ കാലഘട്ടങ്ങളിൽ ദൈവം ഈ പട്ടണത്തെ ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കും. ഈ ഒണ്ടാറിയ പ്രൊവിൻസിനെ തന്നെ ദൈവം അനുഗ്രഹിച്ചു കളയും. ആ അനുഗ്രഹം നമുക്ക് മാത്രമാണ് കിട്ടുന്നത്, അവിടെ നിൽക്കുന്ന എല്ലാത്തിനും കിട്ടും. അല്ലല്ലേ? അന്നേരം പറയുക, അങ്ങനെ മറ്റേ പണ്ട് സിനിമയ്ക്കത്തൊക്കെ പോലെ, അങ്ങനെ ഞാൻ നന്നായിട്ട് പാകിസ്ഥാൻ രക്ഷപ്പെടണ്ടെന്ന് പറഞ്ഞ പോലെ, എന്താ പറയുന്നത്, ഞാൻ നന്നായിട്ട് പാകിസ്ഥാൻ എങ്ങനെ രക്ഷപ്പെടണ്ടെന്ന് പറയുന്നത് പോലെ ഞാൻ പറയുകയാണ്, അങ്ങനെ ഞങ്ങളുടെ സഭ നന്നായിട്ട് ദേശം മൊത്തം അങ്ങനെ വിടുതൽ പ്രാപിക്കണ്ട. അതിന്റെ ചോദ്യം എനിക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ദൈവം പറയുന്നത് ഒരുമിച്ച് വളർന്നോട്ടെ, ഇതെല്ലാം ഒരുമിച്ച് വളർന്നോട്ടെ. പക്ഷെങ്കിൽ കൊയ്ത്തിന്റെ സമയത്താണ് നാം ആരാണെന്ന് അറിയുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവരാജ്യത്തിന്റെ ഒരു പ്രത്യേകതയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ വേറൊരു വശത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പലപ്പോഴും നമ്മുടെ സമീപത്ത് നിൽക്കുന്ന പലരും അല്ലെങ്കിൽ വളരുന്നത് കണ്ടിട്ട് നമുക്ക് അസൂയ, നമുക്ക് പ്രശ്നങ്ങളാക്കാം. ചിലപ്പോൾ നല്ല വിത്തിന് കിട്ടുന്നതിന്റെ വളത്തെ മൊത്തം അവൻ വലിച്ചെടുത്ത് വളരുമായിരിക്കും, അല്ലേ? പക്ഷേ അവന്റെ വളർച്ച കൊയ്ത്തോളമേ ഉള്ളൂ. എന്നാൽ ഈ നല്ല വിത്തിനെ അവൻ കളപ്പൊരിയിൽ സൂക്ഷിച്ചു വെക്കുവാനിടയായി തീരും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവരാജ്യത്തിന് നീ ഒരു ആവശ്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞാൻ ദേവാസനം കൂടി ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം പ്രകാരമായിരുന്നു. ഒത്തിരി പൗലോസാകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അല്ലേ? തിമോത്തിയോസ് ആകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ ഒനേസിമോസ് ആകാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾക്കൊരു കാര്യം പറയാമോ? ഈ ഒനേസിമോസിന് ഇല്ലാതെ എന്താ ഒനേസിമോസിനെ ഒക്കെ ഒത്തിരി ഇടത്ത് കൊണ്ട് പ്ലേസ് ചെയ്യാം. പക്ഷെങ്കിൽ അവനെ റീപ്ലേസ് ചെയ്യാൻ ഒരു വ്യക്തിയില്ല ബൈബിളിൽ. ഞാൻ പറഞ്ഞ പിടി കിട്ടിയില്ല. തിമോത്തിയോസിനോട് പറയുക, ഞാൻ ഒനേസിമോസിനെ ഒനേസിമോസ് അല്ലേ, തീത്തോസ് അല്ല, തീക്കോസ് സോറി, തീക്കോസിനെ കുറിച്ച് പറയുക, തീക്കോസിനെ ഞാൻ നിന്റെ അടുക്കിലേക്ക് അയക്കാം. തിമോത്തിയോസിനോട് ലേഖനം എഴുതിയപ്പോൾ പറയുക, ഞാൻ തീക്കോസിനെ നിന്റെ അടുക്കിലേക്ക് അയക്കാം. ഞാൻ അവനെ നിന്റെ അടുക്കൽ അയക്കുമ്പോൾ നീ അവനെ നിന്റെ ചർച്ചിന്റെ പാസ്റ്റർ ആക്കിയിട്ട് നീ എൻ്റെ അടുക്ക് വരാൻ. എവിടെ എവിടെയും കൊണ്ട് പ്ലേസ് ചെയ്യാം. ഒരു തീക്കോസ് ആകാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? എന്ത് ദൈവം ഏൽപ്പിച്ചാലും, ദൈവാസന്മാർ എന്ത് ഏൽപ്പിച്ചാലും അത് ചെയ്യുവാൻ വിശ്വസ്തനായി നിൽക്കുന്ന എത്ര പേരുണ്ട്? ഈ കാലഘട്ടങ്ങളിൽ പ്രസംഗിക്കുവാൻ ഒത്തിരി പേരുണ്ട്, പ്രവചിക്കുവാൻ ഒത്തിരി പേരുണ്ട്. വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ, പ്രതിഫലം ആഗ്രഹിക്കാതെ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന എത്ര തലമുറയെ അറിയത്തില്ല. ഞാൻ ഇത് ഭയങ്കര സൈലന്റ് ആയിട്ട് പറയുമ്പോഴും ഭയങ്കര ശക്തിയുടെ ഒരു പ്രവാഹം. കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, ദൈവരാജ്യം വചനത്താലല്ല ശക്തിയാൽ അത്രേ. വായിച്ചിട്ടുണ്ടോ വാക്യം? ദൈവരാജ്യം വചനത്താലല്ല ശക്തിയാലുണ്ട്. പാട്ട് പാടാവോ? ദൈവരാജ്യം പേച്ചിലല്ലേ, ദൈവരാജ്യം ബലത്തിലുള്ളത്. കേട്ടിട്ടുണ്ടോ പാട്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവരാജ്യം എന്നുള്ളത്
വചനത്തിലല്ല. ദൈവരാജ്യം എന്നുള്ളത് ശക്തിയിലാണ്. പ്രൈസ് ദി ലോർഡ്. നീ ആ ശക്തി വ്യാപരിക്കുവാൻ എത്ര പേർ തയ്യാറാകുവാനിടയായിത്തീരും? ആ ശക്തിയുടെ പ്രവാഹമായി നിൽപ്പാൻ എത്ര പേർ തയ്യാറാകുവാനിടയായിത്തീരും? ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവരാജ്യം എന്നുള്ളൊരു ബോധ്യം നിന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയാലുണ്ടല്ലോ, നിനക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. നിനക്ക് കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഭാരം നിന്നെ ഭരിച്ചുകൊണ്ടിരിക്കുവാനിടയായിത്തീരും. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള തീ എപ്പോഴും നിന്നെ കത്തിച്ചുകൊണ്ടിരിക്കുവാനിടയായി തീരും. ഈ ഒരു ബോധ്യം നിങ്ങളെ ഇന്നിവിടെ ഇരിക്കുന്ന ചുരുക്കം പേരെ ഉണ്ടല്ലോ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളെല്ലാം മിനിസ്ട്രിയിൽ നിൽക്കുന്നവരായി കണ്ടുകൊണ്ട് പറയുകയാണ്. നിങ്ങളെല്ലാം ദൈവരാജ്യത്ത് നിൽക്കുന്നവരായി കണ്ടുകൊണ്ട് പറയുകയാണ്. അല്ലെങ്കിൽ ഇവിടെ തീർക്കോസുമാർ എഴുന്നേൽക്കട്ടെ, ഇവിടെ ഒനേസിമോസുമാർ എഴുന്നേൽക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെ തിമോത്തിയോസുമാർ എഴുന്നേൽക്കട്ടെ, അല്ല ഇവിടെ പൗലോസുമാർ എഴുന്നേൽക്കട്ടെ, ഇവിടെ സഭയുടെ ഒന്നാമനായ പത്രോസുമാർ എഴുന്നേൽക്കട്ടെ, ഇവിടെ തീത്തോസുമാർ എഴുന്നേൽക്കട്ടെ, ദൈവസഭയിൽ നിൽക്കുവാൻ മുമ്പതിൽ നിൽക്കുന്ന ദേവമാർ എഴുന്നേൽക്കട്ടെ. ഈ ഫെബ്രുവരി മാസത്തിൽ ആ പ്രാരംഭ ഞായറാഴ്ച നിന്നുകൊണ്ട് ഞാൻ ഒരു പ്രൊഫറ്റിക്കൽ ഡിക്ലറേഷൻ നടത്തുക. ഈ മാസം ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികൾ നിങ്ങളുടെ മേൽ ദൈവം നിറവേറ്റുന്ന ഒരു മാസമായിരിക്കും. ഈ ഫെബ്രുവരി മാസം ഹല്ലേലൂയ സൂപ്പർ നാച്ചുറലായി, ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയാം, ഞാൻ പ്രസംഗിച്ചത് ദൈവരാജ്യത്തെ കുറിച്ചാകിയാൽ അവിടെ നോർമൽ ഇല്ല, ഹല്ലേലൂയ. അവിടെ പോസിബിലിറ്റികളില്ല, ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ ഹല്ലേലൂയ സാധ്യതകൾക്കല്ല, ദൈവരാജ്യത്തിൽ ഉള്ളത് സൂപ്പർ നാച്ചുറലാണ്. നിന്റെ കണ്ണിന് അസാധ്യമായത്, ഹല്ലേലൂയ, നിന്റെ കൈകൾക്ക് അസാധ്യമായത് ദൈവരാജ്യത്തിൽ സകലവും സാധ്യമായി മാറുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ജനനത്തിന് വിരോധമായി ചലിക്കുന്ന ചില ഇരുളിന്റെ വ്യാപാരങ്ങളെ ആത്മാവിൽ അമർച്ച ചെയ്ത് സൂപ്പർ നാച്ചുറലായി ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടാൻ പോകുകയാ. ചിലരുടെ ജോലിയിൽ മേൽ വെളിപ്പെടാൻ പോകുകയാ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ചിലരുടെ ബിസിനസ്സിന്മേൽ സൂപ്പർ നാച്ചുറലായി ദൈവം വെളിപ്പെടാൻ പോകുകയാ. സൂപ്പർ നാച്ചുറലായി ദൈവത്തിന്റെ പ്രൊവിഷൻസ് ദൈവം ചിലർക്ക് വേണ്ടി തുറന്നു വെക്കുകയാ. ഈ ഫെബ്രുവരി മാസം 1-ാം തീയതി ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ, അത് സ്വീകരിക്കുന്ന എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. ഫെബ്രുവരി മാസം ദൈവം നിന്നോട് പറഞ്ഞ ദൈവ ശബ്ദമുണ്ടല്ലോ, അത് സൂപ്പർ നാച്ചുറലായി നിശ്ചലയുടെ വിഷയങ്ങളിൽ ഈ ദൈവരാജ്യം കൊണ്ട് ദൈവം ഇടാൻ പോകുകയാ. നിനക്ക് നടാൻ പറ്റാത്തതിനെ, നിനക്ക് പരിചരിക്കാൻ പറ്റാത്തതിനെ ദൈവം നിന്റെ വയലിൽ കൊണ്ട് ഇടുകയാ. സൂപ്പർ നാച്ചുറലായ ചില സോഴ്സുകളെ ദൈവം ചില ദാസന്മാർക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുകയാ. ചില വറ്റാത്തുറവുകൾ ദൈവം പുറപ്പെടുവിക്കുന്ന ഒരു മാസമായി ചില ലൈഫിൽ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഈ മാസത്തിൽ തുറന്നു വെക്കുകയാ. കർത്താവിനോട് ഇങ്ങനൊരു വാക്ക് പ്രവചിക്കാൻ പറയുന്നു. ചിലർക്ക് വേണ്ടി ദൈവം ചില ഉറവകളെ പുറപ്പെടുവിക്കുക. ഈ ഉറവയുടെ ഒരു പ്രത്യേകത ഞാൻ പറയാ, എത്ര മണ്ണിട്ട് മൂടിയാലോ അടുത്തൊരു തലമുറ ഹല്ലേലൂയ പുതിയത് കുഴിക്കേണ്ട. ഈ ഉറവയെ സെൻസ് ചെയ്തിട്ട് വീണ്ടും തോണ്ടുന്ന അവസ്ഥയിലേക്ക് ചില വറ്റാത്തുറവകളെ ദൈവം ചിലർക്ക് വേണ്ടി പുറപ്പെടുവിക്കുകയാ. ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു, ചില വറ്റാത്തുറവ ദൈവം നിനക്ക് വേണ്ടി ഈ മാസം തുറക്കാൻ പോകുകയാ. ഞാൻ തുറന്നതിനെ അടയ്ക്കുവാൻ ഒരു പൈശാചിക ശക്തികൾക്ക് പറ്റുകയില്ല. ഞാൻ തുറന്നതിനെ അടയ്ക്കുവാൻ ഒരു ഇരുളിന്റെ വ്യാപാരങ്ങൾക്ക് പറ്റുകയില്ല.
Shadharamanagal Pravaragatura, Udagadara Managal Pravoragatura, Shesmo Lagasmi, Lagadara Gadagal Pravaragatura, Vaidajana Gadagal Pravoragatura Gadaga. Horagadara Janagal Pravaragatura, Vaishas Poragatura Vanagadaga. കർത്താവ് ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചില റൈറ്റ് അസോസിയേഷനുകൾ ചിലർക്കുണ്ടാകാൻ പോകുക, ചില നല്ല എന്താ പറയുന്നത്, ഈ ദൈവരാജ്യത്തിൽ നിന്നെ കത്തിക്കുന്ന, അല്ലെങ്കിൽ നിന്റെ കൂടെ നിന്ന് നിന്നെ കത്തിക്കുന്ന ചില എന്താ പറയുക കൂട്ടുകെട്ടുകൾ ചിലർക്കുണ്ടാകാൻ പോകുകയാണ്. മനസ്സിലായോ? തമ്മിൽ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ എനിക്ക് ഒരാളുണ്ടായിരുന്നെങ്കിൽ, തമ്മിൽ ഹല്ലേലൂയ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ഒരുവൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ചില തലങ്ങളെ ദൈവം തൊട്ടറിഞ്ഞിട്ട് പറയുക. ചില എന്താ പറയുന്നത്, റൈറ്റ് കമ്പാനിയൻ എന്നാണ് പറയുന്നത്, റൈറ്റ് അസോസിയേഷനുകൾ ദൈവം ചിലർക്ക് വേണ്ടി, എനിക്ക് ആ വാക്കിനോട് ദൈവം റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ചില റൈറ്റ് അസോസിയേഷനുകൾ ദൈവത്തിന്റെ ആത്മാവ് ചിലർക്ക് വേണ്ടി തുറക്കുക. ഇത് പറയുമ്പോൾ നിങ്ങൾ ഇത് കളിയായിട്ട് എടുക്കല്ലേ കേട്ടോ, ഇതൊരു ചെറിയ വിഷയമായിട്ട് എടുക്കല്ലേ. ദൈവരാജ്യത്തിൽ ചില കൂട്ടുകെട്ടുകൾ അസാധാരണമായ തീയെ കത്തിക്കും. ശിംശോനോട് ചോദിച്ചാൽ ശിംശോൻ പറയോ, ഒരു കുറുക്കനെ വിട്ടാൽ പല വഴിക്ക് ഓടിയന്, പക്ഷെ കൂട്ടുകെട്ടി വിട്ടാലുണ്ടല്ലോ, വാല് തമ്മിൽ കൂട്ടുകെട്ടി വിട്ടാലുണ്ടല്ലോ, അവൻ ഫെലിസ്ത്യന്റെ വയലിനെ കത്തിക്കുവാനിടയായിത്തീരോ. 30 ചരട് വേഗം അറ്റുപോകുകയില്ല. ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ പറയുന്നു, ചില അസോസിയേഷൻ നിന്നെ കത്തിക്കുവാനിടയായിത്തീരോ, ചില റൈറ്റ് അസോസിയേഷൻ നിന്റെ ആത്മജീവിതത്തെ കത്തിക്കുവാനിടയായിത്തീരോ. ഇതുവരെ ശുശ്രൂഷ എങ്ങനെ ചെയ്യണമെന്നൊരു ബോധ്യം നിനക്കുണ്ടായിരുന്നിട്ടുണ്ടാവില്ല, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ അസോസിയേഷൻ നിന്റെ ലൈഫിനെ തന്നെ ഡിസൈൻ ചെയ്യുവാനിടയായിത്തീരോ. ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, എന്നെ കത്തിക്കുന്നവരുമായിട്ട് എനിക്കൊന്ന് കണക്ട് ആവണം. ഹല്ലേലൂയ, എന്നെ പായിക്കുന്ന ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരുന്ന ചിലരുമായിട്ട് എനിക്കൊന്ന് കണക്ട് ആവണം. ഒന്ന് പ്രാർത്ഥിച്ചേ. ഈ മാസം ചിലർക്ക് വേണ്ടി സൂപ്പർ നാച്ചുറൽ ആയിട്ട് വെളിപ്പെടാൻ പോകുക. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലാ ഉള്ളത്. 1 കൊരിന്ത്യർ 4:20 പറയുന്നു, ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രേ ആകുന്നു. ഈ വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഈ മാസം കുറിച്ചിടണം. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ അത്രേ ഉള്ളത്. വായിച്ചറിഞ്ഞ ഒത്തിരി ബോധ്യങ്ങൾ നിന്നെ ഉണ്ടായിരിക്കാം, വായിച്ചറിഞ്ഞ ഒത്തിരി എക്സ്പീരിയൻസുകൾ നിനക്കുണ്ടായിരിക്കാം, കേട്ടുമറന്ന ഒത്തിരി വചനങ്ങളുടെ പിൻബലം നിനക്കുണ്ടായിരിക്കാം. എന്നാൽ നീ കേട്ട വചനങ്ങൾ ശക്തിയായി പുറപ്പെടുന്ന ഒരു മാസമായിരിക്കും ഫെബ്രുവരി മാസമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചാൽ ഒരു ആമേൻ പറഞ്ഞു സ്വീകരിക്കാമോ? Praise the Lord, praise the Lord, praise the Lord. ഘടകൾ പ്രവാചകം ഘടകൾ പ്രവാചക വൈശ്വസ്മരാധനകൾ പ്രവാചക ഘടക. ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുമോ ദിവസനെ, ഒരുവനൊരു പന്തം പിടിക്കുന്നു, വേറൊരുത്തം വന്നിട്ട് അതിനെ ഇങ്ങനെ കത്തിച്ചു കൊടുക്കുന്നത് പോലെ. എനിക്കറിയത്തില്ല അതെങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന്. ഹല്ലേലൂയ, നിങ്ങൾക്ക് എങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ ഞാൻ ആ ദർശനത്തെ അതുപോലെ നിങ്ങളെ കാണിക്കുക. ഹല്ലേലൂയ, ഒരുത്തൻ ഒരു പന്തം പിടിച്ചു കൊടുക്കുന്നു, മറ്റൊരുവൻ കത്തിക്കുന്നു. ഹല്ലേലൂയ, എനിക്ക് തോന്നുന്നു ഇതൊരു യുദ്ധത്തിന്റെ പുറപ്പെടല. ഹല്ലേലൂയ, ഇതുവരെ പിടിച്ചെടുക്കാൻ പറ്റാത്ത ചില മേഖലകളെ ഒരു കൂട്ടമായി നിന്ന് പിടിച്ചെടുക്കുന്ന ഒരു തലമുറ ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കാൻ പോകുകയാണ്. അതെ, ആ റൈറ്റ് അസോസിയേഷൻ വെളിപ്പെടട്ടെ, ആ റൈറ്റ് അസോസിയേഷൻ പുറത്തു വരട്ടെ. ഈ മനസ്സിൽ എന്തെങ്കിലും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളോട് എന്തെങ്കിലും ഒരു അരുളപ്പാട് തന്നിട്ടുണ്ടെങ്കിൽ പാസ്റ്റർ പറയുമ്പോൾ വെയിറ്റ് ചെയ്യില്ല കേട്ടോ. ദൈവം നിങ്ങൾക്കൊരു വെളിപ്പാട് തന്നിട്ടുണ്ടെങ്കിൽ അത് പാസ്റ്ററിന്റെ അടുത്ത വാക്ക് പറയാൻ. ഞാൻ സഭയെ നശിപ്പിക്കാനല്ല, അല്ലെങ്കിൽ സഭയുടെ അടിയുണ്ടാക്കാനല്ല പറയുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പുകളെ ചെതറിക്കാനല്ല ഞാൻ പറയുന്നത്. പക്ഷേ ദൈവം നിങ്ങൾക്ക് ദൈവരാജ്യത്തെ കുറിച്ചൊരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ പാസ്റ്റർ പറയുമ്പോൾ വെയിറ്റ് ചെയ്യല്ലേ, അതിനുവേണ്ടി പുറപ്പെടേ. ഇന്ന് കാണുന്ന പല സിസ്റ്റങ്ങളും ഹല്ലേലൂയ സ്തോത്ര എന്ന് പറഞ്ഞ് നമ്മളുണ്ടാക്കിയതാ. പക്ഷെ ദൈവരാജ്യത്തിന്റെ മർമ്മം എന്ന് പറഞ്ഞ പുറപ്പെടല, വാക്കിനെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്ന തലമുറ, ദൈവം കേൾപ്പിച്ച അരുളപ്പാടുവിനെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു തലമുറ.
സ്വപ്നം കാണാമോ? ഹല്ലേലൂയ. ഇങ്ങനെ ഒരു രണ്ടെണ്ണം ഒരു പട്ടണത്തിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ, അവൻ ആ ദേശത്തെ കത്തിക്കുവാനിടയായി തീരും. അവൻ ആ പട്ടണത്തെ പിടിച്ചെടുക്കുവാനിടയായി തീരും. ഇന്ന് ഒരു റിസൾട്ട് നീ കണ്ടെന്ന് വരികയില്ല, ഇന്ന് ഒരു കാര്യങ്ങളും നീ കേട്ടെന്ന് വരികയില്ല. പക്ഷെ ഒന്ന് ഞാൻ വിളിച്ചു പറയാ, നിന്നെ കത്തിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം